السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم ولأمة سيدنا ومولانا محمد. ഏറ്റവും ആദരം നിറഞ്ഞ ഇവിടുത്തെ സ്ഥല ഖതീബ് ഉസ്താദ് അവറുകൾ, വേദിയിലുള്ള നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാൻ എത്തിയതായ ഇമാം ഉസ്താദ് ഖതീബ് ഉസ്താദ് അവർകൾ ഈ വേദിയിലുണ്ടോ? അതേപോലെ സ്റ്റേജിൽ മുമ്പിലിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, മുയ്യദ്ദീൻ ജുമാ മസ്ജിദ് ബാറബെട്ടോ 49ാമത്തെ കുതുബിയത്ത് വാർഷികം, അതിനോട് സംബന്ധിച്ചുള്ള 3ാമത്തെ ദിവസത്തിന്റെ പരമ്പരയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അതാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്നുള്ള സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ആമീൻ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണയാണ് ഇന്ന്. എന്തിനാണ് ഈ നാട്ടിൽ ഖുത്ബിയത്ത് കസിക്കുന്നത്? നമ്മൾക്കുള്ള എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ബലാൽ മുസീബത്ത് തട്ടിത്തുറത്താവാൻ വേണ്ടി നമുക്ക് ഇന്ന് പള്ളിയിൽ എല്ലാ മാസ കഴിച്ചു വരുന്ന ഖുത്ബിയത്തും മജ്‌ലിസ് എന്തിനാണ് നമ്മൾ പള്ളിയിൽ കസിക്കുന്നത്? നമ്മൾക്ക് ബലാൽ തട്ടിത്തുറത്താവാൻ വേണ്ടി, എല്ലാ മുസീബത്ത് നീങ്ങാൻ വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ ഖുത്ബിയത്ത് നടക്കുന്നത്. എന്തിനാണ് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിയിൽ ഖുത്ബിയത്ത് നടക്കുന്ന സമയത്തിലും ആ സ്വലാത്ത് മജ്‌ലിസ് നടക്കുമ്പോൾ നമ്മൾ എന്തിനാ പള്ളിക്ക് പോവാതിരിക്കുന്നത്? അതാ ഖുത്ബിയത്ത് മജ്‌ലിസിൽ നമ്മൾ ഇരുന്നാൽ നമ്മളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടിയാണ് ആ മജ്‌ലിസ് ഇരുന്നാൽ നമ്മൾ നീങ്ങി കിട്ടും. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ദുനിയാവും ആഖിറം രക്ഷപ്പെടണമെങ്കിലും നാം മുഹ്യിദ്ദീൻ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ മേൽ ഖുത്ബിയത്ത് മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഞാൻ എപ്പോൾ ആ മജ്‌ലിസ് ഇന്ന് വന്ന് പങ്കെടുക്കാൻ വേണ്ടിയാണ് നോക്കുക എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ മുമ്പിൽ റിഫായി മുഹ്യിദ്ദീൻ മാല പാടുന്നത് നിങ്ങൾ കാണാം. അവർക്ക് എപ്പോഴും വാതോകെ അവരുടെ ദുആ ബറക്കത്തും എത്തുമേ. ഓ
എന്റെ സഹോദരന്മാരെ, അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നാം ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ ഓതിയാൽ അവരുടെ ദുആ ബറക്കത്ത് നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ കഷ്ടതകള് നീങ്ങി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ വൈദ്യ ശേഖരുടെ മേൽ ഫാത്തിഹ ഓതുക. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയും ഈ ദുനിയാവിലേക്ക് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അവനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അവനക്ക് നൽകാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയും ജിന്നവർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മുഅ്മിനായ മനുഷ്യനെ നമ്മളെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ അവനക്ക് ആരാധിക്കാൻ വേണ്ടിയാണല്ലോ. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയല്ലോ. ഓ നോക്കുക സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആരാൻ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാണ്, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് കൊണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ നമ്മളെപ്പോലും 5 വക്ത് കൃത്യസമയത്തിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ എത്തണം. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അതാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ, ആ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുന്നതായ കാണുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അല്ലയോ ജിബ്രീലേ, അതാ എന്റെ മുന്നിൽ സ്വർഗത്തിന്റെ മുന്നിൽ മനുഷ്യൻ, ആ ചെറുപ്പക്കാരെ കടന്നുപോയ മനുഷ്യൻ ആരാൻ ജിബ്രീലേ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങളാൻ. ആ മുന്നിൽ എന്റെ മുന്നിൽ കടന്നുപോയത്, നിങ്ങളുടെ മുമ്പിൽ കടന്നുപോയത് നല്ല ചെറുപ്പക്കാരനാണ്, നല്ല കറുത്ത കറുകയായ മനുഷ്യനാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിൽ, ആ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ കടന്നുപോയ മനുഷ്യനല്ലത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ഓ ബിലാലേ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാലേ, നീ നല്ല ചന്തമുള്ള സുന്ദരമായ മനുഷ്യനല്ലേ ബിലാലേ, നീ എന്റെ മുന്നിൽ, എന്റെ സ്വർഗത്തിന്റെ മുന്നിൽ കടന്നു പോകാനുള്ള നീ നിന്റെ എന്താണ് നല്ല അമലുകൾ ചെയ്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്ന അമൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഓ നബിയേ, ഞാൻ സാധാരണ അമൽ അല്ലാതെ ഒരു അമൽ ചെയ്തിട്ടില്ല നബിയേ, ഞാൻ എന്റെ കയ്യിൽ അമലില്ല നബിയേ, എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലത്തെ മാത്രമാണ് എന്റെ കയ്യിൽ അമലുള്ളത്. പിന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ ബിലാലേ,
നീ എന്റെ മുന്നിൽ എന്റെ സ്വർഗത്തിന്റെ മുന്നിൽ കടന്നു പോകാനില്ല. പിന്നെ എന്തെങ്കിലും നീ അമൽ ചെയ്യുന്നുണ്ടോ ബിലാലേ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എല്ലാ സമയത്തിൽ ഉളു ദായിമായിട്ടുള്ളവനാണ്. എല്ലാ ഉളു മുറിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഉളു എടുക്കുന്നുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് പറയുന്നു, അതാ ഒരു മനുഷ്യൻ ഉളുവോട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, എല്ലാ ദായിമായിട്ട് ഉളു ഉണ്ടെങ്കിലും അവന് കൂടെ മലക്കുകൾ ഉണ്ടാകും. അവന് കൂടെ മലക്കുകൾ ഹാജരാവുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരികളെ, നാം എപ്പോൾ ദായിമായിട്ട് ഉളു ഉണ്ടാകണം. എല്ലാ സമയത്തിലും ഉളു എടുത്തുകൊണ്ടിരിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്നവരാകണം. നാം നിങ്ങൾ വർമ്മിച്ചു കൂട്ടിയിട്ടുള്ളത് റജബ് മാസത്തിലാണ്. ആ റജബ് മാസത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. നിങ്ങൾ ധാരാളം റജബുൽ അസ്തഗ്ഫിറുല്ലാഹ് ദിക്റുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞ് എന്റെ സ്വാഗതത്തിലേക്ക് ഞാൻ നീട്ടിപ്പോയാൽ അത് അധിക പ്രസംഗമായി പോകും. എന്റെ കർത്തവ്യം സ്വാഗതം എന്നുള്ളതാണ്. അതേപോലെ ഈ അതിമഹത്തായ മജ്ലിസ് നമ്മൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയ എത്തിയ ബഹുമാനപ്പെട്ട എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് മഹല്ലിന്റെ ഖതീബ് അത്തവല്ല ഇമാമി ഉസ്താദ് അവർകൾ ആയിരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ആമീൻ. അതേപോലെ സ്റ്റേജിലുള്ള നാട്ടിന്റെ ഖതീബ് ഉസ്താദ് അവർകൾ ആയിരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഹാജി ഇബ്രാഹിം പുല്ലിയർ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം പുല്ലിയർ അവർക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ ഖാദർ ഉപാധ്യക്ഷർ അവർക്ക് ഞാൻ ആയിരമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ കുത്ബിയത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഹാജി ഇബ്രാഹിം സാമ്രാൻ അവർക്ക് ഞാൻ ആയിരമായി സ്വാഗതം ചെയ്യുന്നു. അതേ സ്റ്റേജിലുള്ള ഫാറൂഖ് ഹനീഫ് മുഹല്ലിം അവർക്ക് ഞാൻ ആയിരമായി സ്വാഗതം അറിയിക്കുന്നു ചെയ്യുന്നു. KM ഹസൈനാർ മുസ്ലിയാർ ഇവിടുത്തെ മാജി ഖതീബ് ഉസ്താദ് അവർക്ക് ആയിരമായി ജമാഅത്തിന്റെ പരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്റ്റേജിലുള്ള സരീഫ് സായദി ഉസ്താദ് അവർക്ക് കമ്മിറ്റിന്റെ പരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയ എല്ലാ മുഅ്മിനാത്തുകൾ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നടത്തി തരാൻ ഇമാമി ഉസ്താദ് അവர்கள் ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.